എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ഒരു 4 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. പേര് ഞാൻ പറഞ്ഞു, ബെന്നി എന്നാണെന്ന് പറഞ്ഞു. ഞാൻ പോലീസിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് പറഞ്ഞു. ആ ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾക്ക് നോക്കാം. ഞാൻ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ടൂറിസത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ 2 പ്രിയ സഹോദരങ്ങളായ സുഹൃത്തുക്കളോടൊപ്പം ബഹുമാന്യനായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സാറിനെ തൃശ്ശൂർ പോയി പരിചയപ്പെടുന്നതും ഈ പ്രോജക്റ്റ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കേൾക്കുന്നത്. മുഴുവൻ കാര്യങ്ങൾ കേട്ടപ്പോൾ ഈ പ്രോജക്റ്റ് കൊള്ളാമെന്ന് തോന്നി. പ്രധാനമായും ഇത് 100% നിയമപരമാണ്. 2, ഈ കമ്പനിയുടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ഞാൻ പരിശോധിച്ചു, ബോധ്യപ്പെട്ടു. 2, ഈ ബിസിനസ് തുടങ്ങുന്നതുകൊണ്ട് ലോകത്ത് ഒരു വ്യക്തിക്കും 1 രൂപയുടെ പോലും നഷ്ടസാധ്യതയില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. 3, ഈ ബിസിനസ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ടീമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ കഴിവ് കുറവോ നമ്മുടെ സമയക്കുറവോ നമ്മുടെ ആശങ്കകളോ ഒന്നും ഇവിടെ ഒരു പ്രാധാന്യമില്ല. കാരണം വിജയിച്ച ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. 4, ഈ കമ്പനി വലിയൊരു വിഷനുള്ള വലിയൊരു മിഷനോട് കൂടി പ്രവർത്തിക്കുന്ന കമ്പനിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഈ ബിസിനസ് പാർട്ട് ടൈമായി തുടങ്ങി. 2 മാസം ആത്മാർത്ഥമായി ഞങ്ങൾ 3 പേരും കൂടെ പ്രവർത്തിച്ച അടിസ്ഥാനത്തിൽ ഈ കമ്പനിയിലൂടെ 8 ലക്ഷം രൂപ വരുമാനം വാങ്ങാൻ കഴിഞ്ഞു. ഈ കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്ക് അച്ചീവ് ചെയ്യുകയും ബഹുമാന്യനായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സാർ ആലപ്പുഴ വരികയും ഞങ്ങൾക്ക് റിവാർഡ് തരികയും 50,000 രൂപ ഗിഫ്റ്റ് തരികയും ഒരു ദിവസം ഞങ്ങളോടൊപ്പം എൻജോയ് ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ തരികയും ചെയ്തു. പിന്നീട് ഒരിക്കൽ പോലും ഞാൻ കേരള പോലീസിലെ ജോലിക്ക് പോയിട്ടില്ല. ലൈഫ് ടൈം കരിയറായി ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നു. ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. ഫുൾ ടൈമായി ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റം, ഈ ബിസിനസ്സിലൂടെ ഞാൻ ഇപ്പോൾ വാങ്ങുന്ന വരുമാനം ഡെയിലി 30,000 എന്ന രീതിയിലാണ് ഞങ്ങൾ 3 പേരും വാങ്ങുന്നത്. ടോട്ടൽ ആവറേജ് ഒരു ദിവസം 1 ലക്ഷം രൂപ എന്ന രീതിയിൽ വരുമാനം ഉയർത്താനും അതിനപ്പുറത്തേക്ക് വരുമാനം വാങ്ങാനും ഒക്കെ ചില ദിവസങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെയാണ് സ്ക്രീനിൽ കാണുന്ന പോലെ ടാക്സ് കഴിഞ്ഞ് 28,500 എന്ന രീതിയിലാണ് ഡെയിലി ഇൻകം വരുന്നത്. ഞങ്ങൾക്ക് 3 പേരുടെയും ഞങ്ങളുടെ 3 പേരുടെയും പേരിൽ ID ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ID ഉണ്ട്. അങ്ങനെ വിവിധ ഐഡികളിൽ നിന്നായിട്ട് 1 ലക്ഷം ആവറേജ് ഇൻകം വാങ്ങിച്ചുകൊണ്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഞങ്ങൾ ഈ ബിസിനസ്സിലൂടെ വരുമാനം വാങ്ങിച്ചെന്നുള്ളതിനേക്കാൾ ഉപരി ഞങ്ങളോടൊപ്പം വന്ന 100 കണക്കിന് 1000 കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ വരുമാനം വാങ്ങിച്ചു കൊടുത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും വലിയ നേട്ടം. 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഈ കമ്പനിയുടെ 12ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്തു. നാഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്ക് ഞങ്ങൾ അച്ചീവ് ചെയ്തു. ഞങ്ങൾ ടീം മെറിഡിയൻ ഇന്റർനാഷണൽ എന്ന ഓർഗനൈസേഷൻ രൂപീകരിച്ചിട്ടാണ് ടീമിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ റാങ്ക് അച്ചീവ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ റിവാർഡ് ക്വാളിഫൈഡ് ആകുകയും 47,50,000 രൂപ ഈ കമ്പനിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. ഈ 47,50,000 രൂപ ലഭിച്ചപ്പോഴാണ് ഇത് ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പായത്. തുടക്കത്തിൽ ഒരുപക്ഷെ നിങ്ങളും വിശ്വസിക്കാതിരുന്നതിൽ അത്ഭുതമില്ലെന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്. ഈ വരുമാനം ലഭിച്ചപ്പോൾ ഞങ്ങളുടെ മെറിഡിയൻ ഇന്റർനാഷണലിന്റെ ആദ്യത്തെ പ്രീമിയം കാർ ഏകദേശം 60 ലക്ഷം രൂപ വിലമതിക്കുന്ന കാർ വാങ്ങാനും ബഹുമാന്യനായ എന്റെ പാർട്ണറും സഹോദരനുമായ സുനിൽ മുഹമ്മദ് സാറാണ് അത് യൂസ് ചെയ്യുന്നത്. അടുത്ത 4-5 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ കമ്പനിയുടെ ടോപ്പ് റാങ്ക് അടിച്ചു. നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന 13ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്തു. സ്വാഭാവികമായും ഈ കമ്പനിയിൽ നിന്ന് 1 കോടി രൂപ റിവാർഡ് ക്വാളിഫൈഡ് ആകുകയും ബഹുമാന്യനായ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ആ വരുമാനം, ആ ചെക്ക് ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങൾ അതിലൂടെ വളരെ ഹാപ്പിയായി ഈ ബിസിനസ് ചെയ്തു വരികയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൾറെഡി നിരവധി കാറുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ബെൻസ് കാറടക്കമുള്ള